എന്തു പറ്റി? നിങ്ങൾക്കൊക്കെ എന്താ ഇച്ഛായ? സ്റ്റിയറിങ്ങിലിരുന്ന എബിയുടെ കയ്യിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഏഞ്ചൽ ചോദിച്ചു. കയറിയപ്പോൾ മുതൽ താൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 3 പേരും കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. എബിയെയും പിന്നിലേക്കും മുഖം തിരിച്ചു നോക്കി. മൂവരും മുഖവും വീർപ്പിച്ചിരിപ്പാണ്. ഫ്രണ്ട് സീറ്റുകൾക്കിടയിലൂടെയുള്ള ഇത്തിരി വിടവിലൂടെ ഏഞ്ചൽ പിന്നിലേക്കിറങ്ങുമ്പോൾ പെട്ടെന്ന് എബിയും ഞെട്ടി. അടങ്ങിയിരിക്കടി. ഏഞ്ചൽ വാവയ്ക്കും വേദുവിനും ഇടയിലായി ഇരിപ്പുറപ്പിച്ചു. ഇനി പറ മക്കളെ, എന്താ നിങ്ങളുടെ പ്രശ്നം? തൻ്റെ ഇരുകരങ്ങളും നീട്ടി ഇരുവരുടെയും കൈകളെ പിടിച്ചുകൊണ്ട് മാറി മാറി ഏഞ്ചൽ നോക്കി. ഒരു പ്രശ്നവുമില്ല. ഏഞ്ചലിൻ്റെ കൈക്കുള്ളിലിരുന്ന തൻ്റെ കൈ വലിച്ചെടുത്തു വാവ. ഏഞ്ചൽ വേദുവിൻ്റെ കൈവെള്ളയിൽ ചുരുണ്ടി നോട്ടം തന്നിലേക്കാക്കി. എന്താ? ഏഞ്ചൽ കൈകൊണ്ട് മെല്ലെ ചോദിച്ചു. ഒന്നുമില്ലെന്ന് ചുമലനക്കി കാണിച്ച് ഡോറിന് പുറത്തേക്ക് വേദു ശ്രദ്ധ കൊടുത്തു. നിങ്ങൾ 3 എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്, കണ്ടുപിടിച്ചോളാം. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതിരിക്കുന്ന 3 പേരെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞ് ഏഞ്ചൽ സീറ്റിലേക്ക് ചാരിയിരുന്നു. വീടെത്തിയതേ വാവ ഡോർ തുറന്ന് ആദ്യം ഇറങ്ങി അകത്തേക്ക് പോയി. ഹാ, മക്കള് വന്നല്ലോ. വാവയെ കണ്ടതേ ഹാളിൽ സോഫയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന അപ്പൻ കപ്പ് ടേബിളിലേക്ക് വെച്ച് ചിരിയോടെ പറഞ്ഞു. വാവയപ്പനെ കൂർപ്പിച്ചൊന്ന് നോക്കി. അപ്പൻ എന്താന്ന് മുഖം ചലിപ്പിച്ചു. പിള്ളേര് വന്നതറിഞ്ഞപ്പോൾ അപ്പനരികിലിരുന്ന അന്നമ്മച്ചി ചായക്കപ്പും കൊണ്ട് എഴുന്നേറ്റു. അപ്പനെ നോക്കി പിറുപിറുത്തോണ്ട് പോകുന്ന വാവയെ കണ്ട് അപ്പൻ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി. പിള്ളേർക്ക് പോയി ചായ വയ്ക്കാൻ എന്നെ കൊച്ചേ. അമ്മച്ചിയുടെ മുഖം സംശയത്തോടെ ചുളിവുകൾ വീണപ്പോൾ ടേബിളിലിരുന്ന കപ്പെടുത്ത് അപ്പൻ മുന്നിലേക്ക് നീട്ടി. പിന്നാലെ വേദു ഏഞ്ചലും കയറി വന്നു. അപ്പൻ്റെ മിഴികൾ പുറത്തേക്ക് നീണ്ടു. എബി എവിടെ? ഇച്ചായം കാറിലിരിപ്പുണ്ട്. കേട്ടോ അപ്പച്ച, ഇവർക്ക് 3നും കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ നേരം വരെ 3 പേരും വായും പൂട്ടിക്കെട്ടിയിരിക്കുമായിരുന്നു. എന്ത് ചോദിച്ചിട്ടും മറുപടിയുമില്ല. വാവ വന്ന വരവും ഏഞ്ചൽ പറഞ്ഞതും ഒക്കെ വെച്ച് അപ്പൻ വേദുവിനെ നോക്കി. ദയനീയമായ ആ മുഖത്ത് നോക്കി മെല്ലെ ചിരിച്ചു. അമ്മച്ചി ചായ ഉണ്ടാക്കുന്നുണ്ട്, മക്കള് പോയി കുടിക്ക്. വേദുവിൻ്റെ കവിളിൽ മെല്ലെയൊന്ന് തട്ടി അപ്പൻ പുറത്തേക്കിറങ്ങി. വേദു ചുറ്റും വൈകിയാണ് തിരഞ്ഞത്. ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മറത്ത് തന്നെ കണ്ടേനെ. ഇന്നു മുതൽ നമുക്കൊരു റൂമിൽ കിടക്കാം. സെലിൻ പോയപ്പോഴേ തീരുമാനിച്ചതാണ് വേദുവിനെയും ഒപ്പം കൂട്ടണമെന്ന്. വാവ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്ന് തോന്നി. വലിയ കൂട്ടോ കമ്പനിയോ ഒന്നുമില്ല. വേദു അങ്ങനെയല്ല, ഇച്ചേച്ചിയെപ്പോലെയാണ്. ഏഞ്ചൽ കയ്യിൽ ചുറ്റിപ്പിടിച്ച് വിളിക്കുമ്പോൾ യാന്ത്രികമായി വേദു ഏഞ്ചലിനൊപ്പം നടന്നു. വാവയുടെ അരികിലേക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു. ദേഷ്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പൻ പുറത്തേക്കിറങ്ങി ചെല്ലുമ്പോൾ പോർച്ചിൽ കയറ്റാതെ നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ തല ചായ്ച്ച് കിടപ്പുണ്ട് എബി. അപ്പൻ ഗ്ലാസ്സിൽ തട്ടി തിരിഞ്ഞു വാതിലിന് നേരെയും നോക്കി. അമ്മച്ചി ഇറങ്ങി വരുന്നുണ്ടോന്ന്. എന്താ പച്ച? ആ ഇരിപ്പിൽ എബി പരിസരം പോലും മറന്നു എന്ന് വേണം പറയാൻ. മകൻ്റെ മുഖവും ചുവന്ന കണ്ണുകളും അപ്പനെ ആശങ്കയിലാഴ്ത്തി. എബി കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൻ അല്പം പിന്നിലേക്ക് നീങ്ങി നിന്നു. പോർച്ചിലേക്ക് കയറ്റി കാർ നിർത്തി ഡോർ തുറന്നിറങ്ങി എബി അപ്പനെ നോക്കി. സംശയദൃഷ്ടിയോടെ തന്നെ ആകമാനം നിരീക്ഷിക്കുന്ന കണ്ണുകളിൽ നിറയെ ആകുലതയാണ്. ഡോറടച്ച് അപ്പന് മുന്നിൽ വന്ന് നിന്നു. തലകുനിച്ച് സ്വന്തം കൈവെള്ളയിലേക്ക് നോക്കി വിരലിഞ്ഞൊടിച്ച് നിൽക്കുന്നവനെ നോക്കി അപ്പൻ തിരിഞ്ഞു നടന്നു. ഇന്റർലോക്ക് ചെയ്ത മുറ്റത്തിനപ്പുറം ഗാർഡനാണ്. നിറയെ പച്ചപ്പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. പേരറിയാത്ത കുറേ ചെടികളും മണമില്ലാത്ത കുറേ പൂക്കളും. പിന്നിൽ കൈകെട്ടി നിൽക്കുന്ന അപ്പന് പിന്നിലായി എബി വന്നു നിന്നു. അപ്പച്ച, മുഖവുരൊന്നും വേണ്ട, കാര്യം പറ. തിരിഞ്ഞു നോക്കാതെ അപ്പൻ ഗൗരവത്തിൽ പറഞ്ഞു. ഇന്ന് നടന്ന സംഭവങ്ങൾ അത്രയും അപ്പനോട് വിശദീകരിച്ച് പറയുമ്പോൾ ഇന്നലെ കിടക്കാൻ നേരം അന്നമ്മച്ചി പറഞ്ഞത് അപ്പൻ ഓർത്തു. വാവയ്ക്ക് അലക്സിനോടൊരു അരുതാത്തിഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴും അപ്പൻ അമ്മച്ചിയെ ശ്വാസിച്ചു. അതിനെയൊക്കെ പ്രണയമെന്നൊന്നും പറയാൻ പറ്റുകയില്ല ചെറുക്ക. അവളുടെ കുഞ്ഞു മനസ്സിൽ നിന്റെ ഇച്ഛായനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം ഒന്നുമില്ല. അല്ല പച്ച, അവൾ വ്യക്തമായി പറഞ്ഞതാ. അതാ പറഞ്ഞത്. അതുങ്ങൾ ഇന്നോളം സ്നേഹമോ വാത്സല്യമോ ഒന്നും അറിഞ്ഞിട്ടുണ്ടോ? സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നവര് അതുങ്ങളെ സ്നേഹിച്ചോ? അപ്പോൾ അലക്സിന്റെ സ്നേഹവും കരുതലും കണ്ടപ്പോൾ അവിടേക്ക് ചാഞ്ഞു. അപ്പൻ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും എബിയുടെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ പ്രണയം എന്തുകൊണ്ടാ അവൾ കാണാതെ പോയത്?
എബി ചോദിച്ചപ്പോൾ പെട്ടെന്ന് അപ്പന് ഉത്തരം മുട്ടിപ്പോയി. വൈകിയെയും കൂട്ടി മാളിൽ പോയി അത്യാവശ്യ ഷോപ്പിംഗ് നടത്തി. ഇതിനോടകം ഒരു 100 ആവർത്തി പറഞ്ഞു വാവയും വേദവും വന്നു കാണും പോകാന്ന്. കേൾക്കാത്ത മട്ടിൽ അവൻ്റെ നടപ്പ് കാണുമ്പോൾ കയ്യിൽ പിടിച്ച് ഡോക്ടറെ എന്നുള്ള ദയനീയമായി വിളിയും. കയ്യിൽ പിടിച്ച് അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കും. തൻ്റെ വാവയെയും വേദുവിനെയും ആരും പിടിച്ചുകൊണ്ട് പോകില്ല. ഇത്രയും നാളും അവർക്ക് വേണ്ടി ജീവിച്ചു. ഇനിയാലും എനിക്ക് വേണ്ടി അല്ല, നമുക്ക് വേണ്ടി ജീവിക്കുക. നമുക്ക് വേണ്ടി കുറച്ച് നല്ല നിമിഷങ്ങൾ. പിന്നെ മുഖം കുറിപ്പിച്ചുള്ള നടത്തമാണ്. വീർത്തു വരുന്ന കവിളിൽ വേദനിപ്പിക്കാതെ ഒരു കുത്തു കൊടുത്തു. എസ്കലേറ്ററിന് മുന്നിൽ മുകളിലേക്ക് നോക്കി കണ്ണും മിഴിച്ചു നിൽക്കുന്നവളെ 2 കൈയിലും കോരിയെടുത്ത് നിർത്തുമ്പോൾ ഭയത്താൽ അലക്സിന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചവനെ ചേർന്ന് നിന്നു. മുന്നോട്ടെന്തോ നോക്കി നടന്നവളെ വീണ്ടും വലിച്ചുകൊണ്ട് താഴേക്കിറങ്ങുമ്പോൾ കാണുന്നവരുടെ കണ്ണുകളിൽ കൗതുകവും ചൊടികളിൽ പുഞ്ചിരിയും തങ്ങി നിൽക്കുന്നു. പെട്ടെന്ന് അവളും പ്രതീക്ഷിച്ചില്ല അവൻ താഴേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ പേടി പോയോ? പതിയെ മുഖം ഉയർത്തി കണ്ണുകൾ തുറന്ന് നോക്കുന്നവളോട് മെല്ലെ ചോദിച്ചു. ഫുഡും കഴിച്ച് വീട്ടിലേക്ക് ഐസ്ക്രീമും വാങ്ങി. തിരികെയുള്ള യാത്രയിൽ ആകാശം മുഴുവൻ ചുവപ്പണിഞ്ഞു നിന്നിരുന്നു. രാത്രിക്കും പകലിനും ഇടയിലുള്ള മനോഹരമായ കാഴ്ച. തിരക്കുകൾക്കിടയിൽ താൻ മുൻപൊരിക്കലും ഇങ്ങനെയൊരു കാഴ്ച കണ്ടിട്ടില്ല. ഉദയവും അസ്തമയവും പോലും കണ്ടിട്ടില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ നേരം പുലരുന്നു, അസ്തമിക്കുമ്പോൾ രാത്രിയെ വരവേൽക്കുന്നു. അത്രയേ ചിന്തിച്ചിട്ടുള്ളൂ. ഏറെ നേരത്തെ മൗനത്തിന് ശേഷം തന്നോടെന്തോ പറയാൻ ബന്ധപ്പെടുന്നവളെ അവൻ അറിയുന്നുണ്ട്. പലതവണ ആ നോട്ടം തന്നിലേക്ക് വരുന്നതും പറയണോ വേണ്ടായോ എന്ന ആലോചനയോടെ മുഖം തിരിക്കുന്നതുമൊക്കെ ഒട്ടൊരു നിമിഷം ആസ്വദിച്ചവൻ. എന്താ കാര്യം പറ? അവളുടെ വലങ്കൈ തൻ്റെ ഇടം കൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. ഇടയ്ക്ക് ആ കൈ തൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. എന്നെ വിവാഹം കഴിക്കുമോ? ചോദിക്കുന്നതിനൊപ്പം അവളുടെ ശ്വാസഗതിയും ഉയർന്നു താഴ്ന്നു. അവനായി പറയണം എന്നാഗ്രഹിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്നും അങ്ങനെയൊരു ചോദ്യം തന്നെ തേടി വരാതായപ്പോൾ വൈക തന്നെ ചോദിച്ചു. ഇല്ല. ഗൗരവത്തോടെയുള്ള അവൻ്റെ ഉറച്ച ശബ്ദത്തിൽ താൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ എന്നോർത്ത് നോട്ടം അലക്സിൻ്റെ മുഖത്ത് തറഞ്ഞു നിൽക്കുന്നതിനൊപ്പം തൻ്റെ കൈ അവൻ്റെ കൈക്കുള്ളിൽ നിന്നും വൈക വലിച്ചെടുത്തു. വീടെത്തും വരെ വൈക മൗനത്തെ കൂട്ടുപിടിച്ചിരുന്നു. അല്പനേരം പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അലക്സിൻ്റെ ഭാഗത്തേക്ക് അറിയാതെ പോലും ഒരു നോട്ടം എത്തിയില്ല. നിറഞ്ഞു വരുന്ന കണ്ണുകളെ അടച്ചു പിടിക്കുമ്പോൾ കൺപോളകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ പെട്ടെന്ന് തുടച്ചു നീക്കി. വൈക. കവിൾ തുടച്ച അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് വിളിച്ചു. വിട വിട. വിതുമ്പലടക്കി ബലം പിടിക്കുന്നവളോട് അല്പമൊന്ന് ബലം പിടിച്ചെങ്കിലും പെട്ടെന്ന് അവളുടെ കൈ സ്വതന്ത്രമാക്കുകയും ചെയ്തു. എന്തിനാ നീ കരയുന്നത്? ചെറിയ ശബ്ദത്തിൽ വിതുമ്പിയിരിക്കുന്നവളുടെ ശബ്ദം അല്പം ഉയർന്നു. അവളുടെ നേരെ കൊണ്ടുചെന്ന കൈ അവൾ തട്ടിയെറിഞ്ഞു. അലക്സിന്റെ മുഖത്ത് നിറയെ ചിരിയാണ്. കാർ നിർത്തിയതെ വൈക ഡോർ തുറന്നിറങ്ങി അകത്തേക്ക് കയറിപ്പോയി. വാങ്ങിയ സാധനങ്ങളൊക്കെ ബാക്ക് സീറ്റിൽ നിന്നും എടുത്ത് ഡോർ അടച്ച് പിന്നാലെ അലക്സും അകത്തേക്ക് കയറി. മുഖം വീർപ്പിച്ച് കയറി വരുന്നവളെയും ചെറുചിരിയോടെ പിന്നാലെ കയറി വരുന്നവനെയും അപ്പം കണ്ടിരുന്നു. തന്നെ കണ്ടപ്പോൾ വീർപ്പിച്ച മുഖത്തൊരു പതിഞ്ഞ ചിരിയും പുഞ്ചിരിക്കുന്നവൻ്റെ മുഖത്ത് ഗൗരവവും സ്ഥാനം പിടിച്ചു. അലക്സ് എന്തേലും കുസൃതി കാട്ടിയിട്ടുണ്ടാകും. മോളെ, ഭാവ കിടന്നു. ചെറിയൊരു തലവേദന. പേടിക്കണ്ട മോളെ. വൈകിയുടെ മുഖഭാവം കണ്ട് അപ്പൻ പറഞ്ഞു. ഓരോന്നൊക്കെ പറഞ്ഞ് അവളെയും വേദനിപ്പിക്കാനും തോന്നിയില്ല. ഒരു പെണ്ണ് കാരണം അതുങ്ങളുടെ സന്തോഷം എന്തിനാ കളയുന്നത്? വേദു ഏഞ്ചലിനൊപ്പമാ. ഇന്നിനി വാവയെ വിളിക്കണ്ട, ഉറങ്ങട്ടെ. മോളെ. അമ്മച്ചി വന്നവളുടെ കയ്യിൽ പിടിച്ചു. അലക്സ് കൊണ്ടുവന്ന കവറിൽ ഐസ്ക്രീം അടങ്ങിയ കവർ ടേബിളിലേക്ക് വെച്ച് ബാക്കി കവറുകളുമായി അവൻ റൂമിലേക്ക് കയറിപ്പോയി. മക്കൾ വല്ലതും കഴിച്ചോ? കഴിച്ചു. എങ്കിൽ ചെന്ന് മേല് കഴുകിയിട്ട് കിടന്നോ. അപ്പച്ചൻ നോക്കി നിന്നിരുന്നോ? സാരി ഒതുക്കിപ്പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങിയവൾ തിരികെ അപ്പനരികിലേക്ക് വന്നു. അപ്പൻ നിറഞ്ഞങ്ങ് ചിരിക്കുന്ന കണ്ടപ്പോൾ വൈകിക്ക് ചമ്മല് തോന്നി. അപ്പച്ചൻ അപ്പോൾ തന്നെ ഇങ്ങ് പോരുന്നു മോളെ. അവനല്ലേ ആള്. ലീവ് കൊടുത്ത് അപ്പോൾ ഇറങ്ങുമെന്ന് നിങ്ങളുടെ അപ്പച്ചൻ അറിയാം. മോള് ചെല്ല്. അമ്മച്ചി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഞാൻ വാവയെയും വേദുവിനെയും ഒന്ന് കണ്ടിട്ട് വാവയെ ഉണർത്തില്ല, വൈക പെട്ടെന്ന് പറഞ്ഞു. ടേബിളിലിരുന്ന് ഐസ്ക്രീം കൂടെ എടുത്തു. അമ്മച്ചിക്കും അപ്പച്ചനും തരട്ടെ? എനിക്കെങ്ങും വേണ്ട കുഞ്ഞെ. പിന്നെ അപ്പച്ചന് തണുപ്പ് ഒട്ടും പറ്റുകയില്ല. പിള്ളേർക്ക് കൊടുത്തേക്കെ.
അതും എടുത്ത് വാവയുടെ റൂമിലേക്ക് പോയി. നല്ല ഉറക്കമാണ്. ഉറങ്ങിയ വാവയുടെ അരികിൽ ചെന്ന് നെറുകയിലൊന്ന് തലോടി ചുംബിച്ചു. വേദവും ഏഞ്ചലും കഥയും പറഞ്ഞ് കിടപ്പാണ്. ഇരുവരുടെയും കയ്യിൽ ഐസ്ക്രീമും ഏൽപ്പിച്ച് തിരികെ റൂമിലേക്ക് കയറിപ്പോകുമ്പോൾ അപ്പനും അമ്മച്ചിയും ലിവിംഗ് റൂമിലുണ്ട്. എൻ്റെ കർത്താവേ, ഇനി ആ പെൺകൊച്ച് ഇതുങ്ങളുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാതിരുന്നാൽ മതിയായിരുന്നു. വൈക പോകുന്നത് നോക്കി അമ്മച്ചി നെഞ്ചിൽ കൈവച്ചു. അലക്സിന്റെ റൂമിന് മുന്നിൽ ചെന്നത് മുഖം തിരിച്ച് വൈക വല്യമ്മച്ചിയുടെ റൂമിലേക്ക് കയറി. ബൈബിളും കയ്യിൽ പിടിച്ചിരിക്കുവാണ്. വൈകിയെ കണ്ടതേ ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു. ബൈബിൾ അടച്ചു വെച്ച് കയ്യിലിരുന്ന കൊന്ത തലയിണയുടെ കീഴിലേക്ക് വെച്ചു. എന്തുപറ്റി? വല്യമ്മച്ചിയുടെ കുഞ്ഞിന്റെ മുഖത്തൊരു സങ്കടം. ചോറ് കൊടുക്കാൻ ചെന്നത് അവൻ ഇഷ്ടമായില്ലേ? കയ്യിൽ പിടിച്ചവളുടെ അരികിലേക്കിരുത്തി തലമുടി ചെവിയുടെ പിന്നിലേക്ക് മെല്ലെ ഒതുക്കി വെച്ചു കൊടുത്തു. ഇഷ്ടമായല്ലോ. പിന്നെന്താ? വല്യമ്മച്ചി പറഞ്ഞത് ചോദിച്ചോ അവനോട്? ചോദിച്ചു, എന്നെ വിവാഹം കഴിക്കില്ലെന്ന്. വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ വെറുതെ പറഞ്ഞതാകും. എന്തിനാ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നേ? വല്യമ്മച്ചി വൈകിയുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം തനിക്ക് നേരെ തിരിച്ചു. വല്യമ്മച്ചി! വാതിക്കൽ നിന്നും അലക്സിന്റെ ശബ്ദം കേട്ട് ഇരുവരും വാതിലിന് നേരെ നോക്കി. അകത്തേക്ക് കയറി വരുന്നവനെ കാണെ വൈകി എഴുന്നേറ്റ് അല്പം പിന്നിലേക്ക് നീങ്ങി നിന്നു. എന്നതാടാ? വല്യമ്മച്ചി കനപ്പിച്ച് ചോദിച്ചു. വല്യമ്മച്ചിക്ക് വൈകിയോട് അലക്സിനോടെന്ന പോലെ വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ച് കാണണം എന്നൊരാഗ്രഹമേ ഇപ്പോൾ ആ പ്രായം ചെന്ന മനസ്സിനുള്ളൂ. ജനിയുമായുള്ള ജീവിതം അത്ര സുഖകരമായി തോന്നിയില്ല. അന്ന് വല്യമ്മച്ചി തിരക്കിയപ്പോഴാണ് വൈകിയുടെ കാര്യം വല്യമ്മച്ചിയോട് തുറന്നു സംസാരിക്കുന്നത്. പരിഭവവും പരാതിയും ഒക്കെ വന്ന് ബോധിപ്പിച്ചതിൻ്റെയാ വല്യമ്മച്ചിയുടെ ഈ ദേഷ്യം. അലക്സ് വല്യമ്മച്ചിക്ക് അരികിലേക്കിരുന്നു. അവൻ ബൈബിൾ കയ്യിലെടുത്തപ്പോൾ വല്യമ്മച്ചി വിടർന്ന കണ്ണുകളാലെ അവനെ നോക്കി. പണ്ടൊക്കെ അരികിലിരുന്ന് ബൈബിൾ വായിച്ചു തന്നിരുന്നവനാ. വല്യമ്മച്ചിയുടെ കയ്യിലേക്ക് തന്നെ അവൻ ആ ബൈബിൾ തുറന്നു വെച്ചു കൊടുത്തു. എൻ്റെ എന്തോ ഒന്നിവിടെ വെച്ച് മറന്നു. നിന്റെ എന്നതാ? ഫോണോ മറ്റോ ആന്നോ? വല്യമ്മച്ചി കട്ടിലൊക്കെ ഒന്ന് കണ്ണോടിച്ചു. ആ, ദേ കിട്ടി. പറയുന്നതിനൊപ്പം ചെറുചിരിയോടെ വൈകിയെ പൊക്കിയെടുത്തു. വിട്. അപ്പോൾ വല്യമ്മച്ചി, ഗുഡ് നൈറ്റ്. ഇതിനെ ഞാൻ കൊണ്ടുപോകുവാന്നേ. കയ്യിൽ കിടന്ന് കുതിർന്നവളെ അടക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഈ ചെറുക്കൻ, ചിരിയോടെ വല്യമ്മച്ചി പറഞ്ഞു. വൈകിയ റൂമിലേക്ക് കയറ്റുന്നതിനൊപ്പം കാലുകൊണ്ട് ഡോറടച്ചു. അവളെ നിലത്ത് നിർത്തി. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാ പാർക്കാം. അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടത്തിൽ പോകാം. അവിടെ വെച്ച് മുന്തിരിവള്ളികൾ തളർത്ത് പൂവിടുകയും മാതളനാരകം പൂവിടുകയും ചെയ്തോ എന്ന് നോക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രണയം നൽകും. ഒരു താളത്തിൽ പറഞ്ഞ് അവൾക്കരികിലേക്ക് ചേർന്നു. നൽകട്ടെ? പിന്നിലേക്ക് നീങ്ങി വെപ്രാളപ്പെട്ടവൾ അവനെ നോക്കി. പ്രണയം പറയുന്നതിനൊപ്പം അവളിലേക്ക് അല്പം കൂടെ ചേർന്ന് നിന്ന് ആർദ്രമായി ചോദിച്ചു. ആ മിഴികളുടെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇതുവരെയുള്ള പരിഭവം എവിടെയോ പോയി മറിഞ്ഞിരുന്നു. നീ എന്നോട് പിണങ്ങുമ്പോൾ, പരിഭവം കാണിക്കുമ്പോൾ ഒക്കെ എനിക്ക് നിന്നോട് വല്ലാത്തൊരിഷ്ടമാണ് വൈക. തൊടണ്ട. തോളിലമർന്നവൻ്റെ കൈ തട്ടിമാറ്റി. തൊടും. വാശിയോടെ പറഞ്ഞ് ഇടുപ്പിലൂടെ ചുറ്റിയങ്ങ് പിടിച്ചു. തൻ്റെ നെഞ്ചിൽ തള്ളി പിന്നിലേക്ക് വളഞ്ഞു നിൽപ്പാണ്. അവളെ ദേഷ്യം പിടിപ്പിക്കാനും വഴക്കിടാനും ഒക്കെ തോന്നുന്നു. ഞാൻ ചീത്തയായോണ്ടല്ലേ എന്നെ വിവാഹം കഴിക്കാത്ത? പിന്നെ എന്തിനാ കൊണ്ടു നടക്കുന്നത്? അവൻ്റെ കൈയുടെ മുറുക്കം കൂടി. എനിക്ക് വെറുതെ ഇങ്ങനെ കൊണ്ടു നടക്കാനാ ഇഷ്ടം. ചുവപ്പ് പടർന്ന അവളുടെ മുഖം കുനിഞ്ഞിരിക്കുകയാണെങ്കിലും അവന് വ്യക്തമായി കാണാം. പെണ്ണിന്റെ ചാരിത്ര്യം ശരീരത്തിലല്ല മനസ്സിലാണെന്ന് കരുതുന്നവനാ ഞാൻ. ഒരിക്കലും നിന്റെ ശരീരഭംഗി നോക്കി നിന്നെ ഞാൻ പ്രണയിച്ചിട്ടില്ല. വൈശാഖ് പറഞ്ഞ അറിവ് മാത്രമുള്ള വൈകിയെ ഞാൻ പ്രണയിച്ചിരുന്നു. നിന്നോടുള്ള എൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇരു കൈകൾ കൊണ്ടും അവളുടെ മുഖം കൈകളിലെടുത്തു. നിറഞ്ഞ കണ്ണുകളെ തൻ്റെ വിരലുകളാൽ തുടച്ചു നീക്കി. ഒരു താലിയിൽ നിന്നെ ബന്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വൈക. നിനക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം. നിന്റെ ആഗ്രഹം ഒരു താലി ഞാൻ അണിയിക്കണമെന്നാണെങ്കിൽ എനിക്ക് നിന്റെ ആഗ്രഹം നടത്തി തരാനാ ഇഷ്ടം.